ഓം ദേവഗുരുവേ, ധർമ്മത്തിന്റെ ദീപമേ, വിദ്യയുടെയും വിവേകത്തിന്റെയും അമൃതധാരയെ. ആകാശമണ്ഡലത്തിലെ ഗ്രഹരാജാവായിട്ടുള്ള ബൃഹസ്പതി 2/6/2026 സിംഹാസനം മാറുകയാണ്. മിഥുനത്തിന്റെ വേഗത വിട്ട് കർക്കിടകത്തിന്റെ കുളിർമയിലേക്ക്, കരുണയും ജ്ഞാനവും കൈകോർത്ത് നടക്കുന്ന പാതയിലേക്ക്. ഓം ബൃഹസ്പതയേ നമ. ഓം ദേവഗുരുവേ നമ. കാലത്തിന്റെ വേഗതയിൽ ഗ്രഹഗതി മാറുമ്പോൾ കനലുകൾ പോലും പൂക്കളായി മാറിയേക്കാം. അതിചാരം എന്നൊരു വിസ്മയ യാത്രയിൽ അറിവിൻ പൊരുൾ തേടി നമുക്ക് യാത്ര പോകാം. നമസ്കാരം. ഋഷിപ്രോക്തത്തിലെ ഇന്നത്തെ അറിവിന്റെ നിറകുടത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കാലചക്രത്തിൽ എല്ലാ ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നു. എന്നാൽ ഗുരു നീങ്ങുമ്പോൾ ജീവിത രേഖകൾ തന്നെ പുനർലിഖിതമാകുന്നു. 2026 ജൂൺ 2 ബൃഹസ്പതി മിഥുനത്തിന്റെ അസ്ഥിരവായുവിൽ നിന്ന് കർക്കിടകത്തിന്റെ സ്നേഹജലത്തിലേക്ക് അതിചാരത്തോടെ കടക്കുന്നു. ഇത് വെറും ഒരു രാശിമാറ്റമല്ല, അവസരങ്ങൾ വേഗത്തിൽ തുറക്കുന്ന ഒരു കാലഘട്ടമാണ്. ചിലർക്കിത് പുതിയ തുടക്കമാകും, ചിലർക്കിത് പരീക്ഷയാകും. എന്നാൽ ധർമ്മത്തിന്റെ വഴിയിൽ നിൽക്കുന്നവരെ ഗുരു കൈവെടിയുകയില്ല. ഇപ്പോൾ നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ വ്യാഴത്തിന്റെ രാശിമാറ്റം ഫലമൊന്ന് നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. അകത്തെ സംഘർഷം ശമിക്കുന്നു, മനസ്സിന്റെ ഭാരം കുറയുന്ന കാലം. വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം 2ഉം 5ഉം ഭാവാധിപനാണ്. അഷ്ടമത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അവിടെ നിന്നും ഇനി ജൂൺ 2 വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്കാണ് മാറുന്നത്. 9ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ വ്യാഴത്തിന്റെ ദൃഷ്ടി ജന്മരാശിയിലേക്കും 3ാം ഭാവത്തിലേക്കും 5ാം ഭാവത്തിലേക്കും ഒക്കെ എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യാനുഭവങ്ങൾ ധാരാളമായി ലഭിക്കും. കുടുംബത്ത് സുഖവും സന്തോഷവും ഉണ്ടാകുന്നതാണ്. വീട് ലഭിക്കുന്നതിനും കുടുംബത്ത് സന്തോഷവും സമാധാനവും മംഗളകർമ്മങ്ങളും ഉണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ധനനേട്ടങ്ങൾക്ക് ഇടയുണ്ടാകും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്ന സമയമാണ്. ഗുണാനുഭവങ്ങൾ കൂടുതലായി വന്നു ചേരുന്ന കാലഘട്ടമാണ്. ആജ്ഞാശക്തി വർദ്ധിക്കുന്നതാണ്. മനസ്സിന് ധൈര്യവും ഊർജ്ജസ്വലതയും വർദ്ധിക്കുന്നതാണ്. ഏതൊരു പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാഹചര്യം ഉണ്ടാകും. ഇതുവരെ കുട്ടികൾ ഉണ്ടാകാതെ വിഷമിച്ചിരുന്ന ദമ്പതികളെ സംബന്ധിച്ച് സന്താന സൗഭാഗ്യത്തിന് ഉതകുന്ന സമയമാണ്. സന്താനങ്ങളുടെ ഉയർച്ചകൾ കണ്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും. സന്താനങ്ങളുടെ വിവാഹം നടക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. ഉന്നത പഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് സാഹചര്യമുണ്ട്. നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ആശയവിനിമയ ശേഷി വർദ്ധിക്കുന്നതാണ്. വാക്കുകൊണ്ട് ഉപജീവന മാർഗം തേടുന്നവർക്ക് കൂടുതൽ ഫലപ്രദമായിട്ടുള്ള സമയമാണ്. സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനാകും. അവരിൽ നിന്ന് നല്ല സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാം. ആരോഗ്യം പൊതുവെ മെച്ചപ്പെടുന്ന സമയമാണ്. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്ക് നല്ല കുറവ് പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പൊതുവെ പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും. പ്രത്യേകിച്ച് ഉന്നത പഠനം സാധ്യമാകുന്നതാണ്. വിദേശ പഠനത്തിനായി ഒരുങ്ങിയിരിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ്. പൂർവ്വ പുണ്യങ്ങൾ ലഭിക്കുന്നതിനും ഗുരുക്കന്മാരുടെ അനുഗ്രഹാശസ്സുകൾ ലഭിക്കുന്നതാണ്. ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുത്താൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. വിദിതൻ തൂലിക ചലിപ്പിക്കും നേരത്ത് ശുഭമായി ഭവിക്കട്ടെ സർവ്വതും മർത്യരിൽ. ഗുരുവിൻ കടാക്ഷം കവചമായി നിൽക്കവേ ദുരിതങ്ങൾ മായുന്ന പുലരി ഉണ്ടാകാം. ഗ്രഹഗതികൾ മാറാം, നിഴലും വെളിച്ചവുമെല്ലാം മാറി മാറി മറിയാം. എന്നാൽ ശുഭചിന്തയും കർമ്മശുദ്ധിയും കൈമുതലാക്കിയാൽ ഏത് അതിചാരത്തെയും നമുക്ക് അതിജീവിക്കാനാകും. കർക്കിടകത്തിലെ ഈ ഗുരുപ്രഭാവം ഏവർക്കും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗുരുവചനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അല്പമെങ്കിലും വെളിച്ചം കൊളുത്തിയെങ്കിൽ ധർമ്മത്തിന്റെ നിശബ്ദ സമ്മതമായി നൽകൂ ഒരു ലൈക്ക്. ഈ ജ്ഞാനം മറ്റൊരു ജീവിതത്തിലേക്കും എത്തണമെന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഋഷിപ്രോക്തത്തിലെ വാക്കുകൾ കാലത്തിന്റെ ഭാഷയിൽ നിങ്ങളിലേക്ക് എത്തുവാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഒന്ന് അമർത്തിയേക്കുക. ഓം ഗുരുവേ നമ. ഓം ശാന്തി ശാന്തി ശാന്തി. പുതിയൊരു അറിവുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.